إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തവരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ ഏറ്റവുമധികം ശ്രേഷ്ഠരായവർ ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരാണ്. അഥവാ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠർ, അഷ്റഫുൽ ഖൽഖായ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രവാചകൻ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. എല്ലാ സന്ദർഭത്തിലും നമ്മളേറെ ഓർക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് അർപ്പിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്മൾ സ്മരിക്കാറുണ്ട്. സ്വലാത്ത് നമ്മുടെ നമസ്കാരത്തിലും
അതുപോലെ തന്നെ മറ്റു സന്ദർഭങ്ങളിലും നമ്മൾ ചൊല്ലാറുണ്ട്. മയ്യത്ത് നമസ്കാരത്തിനു പോലും ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിർവഹിച്ചുകൊണ്ടാണ് ആ നമസ്കാരം നമ്മൾ നിർവഹിക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മഹത്വങ്ങൾ നിങ്ങൾ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തെ തന്നെ തെരഞ്ഞെടുത്തു. അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെയും നൂഹ് നബി അലൈഹിസ്സലാമിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. വ ആല ഇബ്രാഹിമ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തെയും വ ആല ഇമ്രാന, ഇമ്രാൻ കുടുംബത്തെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. അലൽ ആലമീൻ, ലോകരിൽ ഉത്കൃഷ്ടരായിക്കൊണ്ട്. ഇപ്പൊ ലോക ജനതകളിൽ അല്ലാഹു തആല ആദം നബിയെ തെരഞ്ഞെടുത്തു, നൂഹ് നബി അലൈഹിസ്സലാമിനെ തെരഞ്ഞെടുത്തു, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഇമ്രാന്റെയും കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൂറത്തു ആലി ഇമ്രാനിൻ്റെ 33-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പ്രത്യേകമായി അല്ലാഹു തആല സ്ഥാനം നൽകി ആദരിച്ചു. പ്രത്യേകമായി അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തെരഞ്ഞെടുത്തു, ദുനിയാവിലും നാളെ പരലോകത്തും. അല്ലാഹു പറയുകയാണ്, വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വന്തത്തെ മൂഢമാക്കിയവനല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുമോ? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, അദ്ദേഹത്തെ നാം ദുനിയാവിൽ തെരഞ്ഞെടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ, അദ്ദേഹം ആഖിറത്തിൽ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുകയും ചെയ്യും. സൂറത്തുൽ ബഖറയിലെ 130-ാമത്തെ ആയത്താണ്. വആതൈനാഹു ഫിദ്ദുനിയാ ഹസന, അദ്ദേഹത്തിന് നാം ദുനിയാവിൽ നന്മ നൽകി. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ, ആഖിറത്തിൽ അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് സൂറത്തുൻ നഹ്ലിന്റെ 122-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തെ പറ്റി അല്ലാഹ് പ്രയോഗിച്ചത് അദ്ദേഹം സിദ്ദീഖാണ് എന്നാണ്, സത്യസന്ധനാണ് എന്നാണ്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, വേദത്തിൽ ഇബ്രാഹിമിനെ പറ്റിയുള്ള പരാമർശം നീ ഓർക്കുക, അത് വിവരിച്ചു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. സൂറത്തു മറിയമിന്റെ 41-ാമത്തെ ആയത്ത്. ഒരാൾ സത്യം പറയുകയും ആ സത്യത്തിൽ മുന്നേറുകയും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാന്റെ അടുക്കൽ അയാൾ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടും. എന്നാൽ കളവ് പറയുകയും കളവിന് വേണ്ടി ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാന്റെ അടുക്കലുള്ള രേഖയിൽ അയാൾ കെദ്ദാബ്, പെരുന്നുണയൻ എന്നായിരിക്കും രേഖപ്പെടുത്തി വെക്കപ്പെടുക. അതുകൊണ്ട് വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാകണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം നെഞ്ചേറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ച പരീക്ഷണങ്ങളിൽ മുഴുവനും അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. അല്ലാഹു തആല പറയുന്നു, വൈദ്ബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തൻ്റെ റബ്ബ് ചില കലിമത്തുകൾ കൊണ്ട്, അഥവാ ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു. ഫഅതമ്മഹുൻ, അതെല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു. പല രൂപത്തിലുള്ള പരീക്ഷണം കടന്നു വന്നിരുന്നു. ആസർ എന്ന തൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരു പരീക്ഷണമായിരുന്നു. അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പുറത്താക്കപ്പെട്ടു. ആക്ഷേപങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കേൾക്കേണ്ടി വന്നു. നാട്ടുകാർ അദ്ദേഹത്തെ അത്യുഷ്ണത്തിൽ തിളച്ചുമറിയുന്ന തീജ്വാലയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിൽ എന്ന ചോരപ്പൈതലിനെയും ആരോരുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോരാനുള്ള കൽപ്പനയുണ്ടായപ്പോ അതും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായി. സ്വന്തം മകൻ ഇസ്മായിൽ എന്ന സന്താനത്തെ
അറുക്കുവാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായപ്പോ അതിനും തയ്യാറായി. ഇങ്ങനെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വന്നപ്പോഴും അള്ളാഹുവിന്റെ കൽപ്പന നെഞ്ചേറ്റി പരീക്ഷണങ്ങളിൽ പതറാതെ ഉറച്ചു നിന്ന ആളെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, അള്ളാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ഓ ഇബ്രാഹിം, നിന്നെ നാം ജനങ്ങൾക്ക് നേതാവാക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ലോകത്തിന്റെ നേതാവായി അള്ളാഹു നിശ്ചയിച്ചു. സൂറത്തുൽ ബഖറയിലെ 124 ആയത്താണ്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലായി സ്വീകരിച്ചു, ആത്മമിത്രമായി സ്വീകരിച്ചു. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായി സ്വീകരിച്ചു. സൂറത്തുൻ നിസാഇന്റെ 125 ആയത്താണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഇന്നല്ലാഹ തആല ഖദ് ഇത്തഖദനി ഖലീലൻ കമാ ഇത്തഖദ ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കൂട്ടുകാരനായി അല്ലാഹു തെരഞ്ഞെടുത്തതുപോലെ എന്നെയും ഖലീലായി അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. സ്വഹീഹ് മുസ്ലിമിലെ 532 ഹദീസാണ്. മാത്രവുമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹിം അലൈഹിസ്സലാമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു പറഞ്ഞല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. സൂറത്തു മുംതഹനയിലെ 4 ആയത്താണ്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ, തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു. ഉമ്മത്തിന് പല അർത്ഥമുണ്ട്. മുഫസ്സിറുകളൊക്കെ പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മാതൃകയായിരുന്നു. ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ, അല്ലാഹുവിന് കീഴ്പ്പെട്ട് നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിലകൊണ്ട ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു ചെറിയ ഭീഷണി ഉണ്ടാകുമ്പോഴേക്ക്, ഭൗതികമായ വല്ല താല്പര്യങ്ങളും ഉണ്ടാകുമ്പോഴേക്ക് ദീൻ വിട്ടുപോകുന്ന ആളുകളുണ്ട്. എന്നാൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വന്നിട്ടും ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. നമുക്കതിൽ മാതൃകയുണ്ട് പ്രിയമുള്ളവരെ. പരീക്ഷണങ്ങളിൽ നമ്മൾ പതറാൻ പാടില്ല. അള്ളാന്റെ കൽപ്പന കൃത്യമായി നെഞ്ചേറ്റുന്ന ആളുകളാകണം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇബ്രാഹിം, നീ കീഴ്പ്പെടുക, അല്ലാഹ്ക്ക് സമർപ്പിക്കുക. അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് ഞാനിതാ സമർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായി ഇബ്രാഹിം അലൈഹിസ്സലാം. ഉപ്പ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഉപ്പാനോട് പറയുന്നുണ്ട്, ഉപ്പ വഅതസിലുകും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങളെ ഞാൻ ഒഴിവാക്കുകയാണ്. നിങ്ങൾ അല്ലാഹ്ക്ക് പുറമെ ആരാധിക്കുന്നതിനെയും ഞാൻ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എൻ്റെ റബ്ബിനോടാണ്. എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനാവുകയില്ല. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് പുറത്താക്കപ്പെടുമ്പോൾ പിതാവിനോട് മോശമായ രൂപത്തിൽ സംസാരിക്കാതെ ഏറ്റവും മാന്യമായ രൂപത്തിൽ സലാമുൻ അലൈക്, നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എന്നെക്കൊണ്ട് ഇനി നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവൂല എന്ന് പറഞ്ഞ് മാന്യമായിട്ട് ഇറങ്ങിപ്പോരുമ്പോഴും ഉപ്പയുടെയോ ആ നാട്ടുകാരുടെയോ വിശ്വാസത്തെ സ്വീകരിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മതി എനിക്ക് എന്ന് പ്രഖ്യാപിച്ചയാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. പല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കാണോ
അതല്ല ഏകനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എനിക്കാണോ ഏറ്റവും അധികം നിർഭയത്വമുള്ളത് എന്ന രൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ആ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ അല്ലാഹുവോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചു. അള്ളാഹിന്റെ കൽപ്പന നെഞ്ചേറ്റുവാൻ തയ്യാറായി. അതുപോലെ തന്നെ അദ്ദേഹം സഹനശീലരായിരുന്നു, അനുകമ്പയുള്ളവരായിരുന്നു, പശ്ചാത്താപമുള്ളവരായിരുന്നു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം നന്നായി ക്ഷമിക്കുന്ന സഹനമുള്ള ആളായിരുന്നു, ഏറെ അനുകമ്പയുള്ള ആളായിരുന്നു, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന പശ്ചാത്താപ മനസ്സുള്ള ആളായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന് വിവേകവും വിജ്ഞാനവും നൽകി. ഇൽമും ഹിൽമും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകി. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബൽ വകുന്നാ ബിഹി ആലിമീൻ. അല്ലാഹു പറയും, മുമ്പ് ഇബ്രാഹിമിന് തൻ്റെതായ വിവേകം നാം നൽകുകയുണ്ടായി, അദ്ദേഹത്തെ പറ്റി നമുക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ബഹുദൈവ വിശ്വാസിയായ, തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന, തന്നെ ഉപദ്രവിക്കുന്ന ആ പിതാവിനോട് പോലും ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത് യാ അബത്തി, എൻ്റെ പൊന്നുപ്പ എന്ന്. മാന്യമായ സംസാരമായിരുന്നു. യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക്, ഉപ്പ നിങ്ങൾക്ക് വരാത്ത അറിവ് എനിക്ക് വന്നെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യാ, നിങ്ങൾ എന്നെ പിൻപറ്റുക, ഞാൻ നിങ്ങൾക്ക് നേർമാർഗം കാണിക്കാം. പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളെക്കാളും അറിവുണ്ട് എന്നല്ല പറഞ്ഞത്, ഞാൻ ആലിമാണ് നിങ്ങൾ ജാഹിലാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് അദ്ദേഹത്തിന്റെ വിനയമാണ് ഇത് അറിയിക്കുന്നത്. ഉപ്പ, നിങ്ങൾക്ക് വരാത്ത ചില അറിവുകൾ എനിക്ക് വന്നെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുക, നിങ്ങളെ ഞാൻ നേർമാർഗത്തിലേക്ക് എത്തിക്കാം, നേർമാർഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പിതാവിനെ വിളിക്കുന്നുണ്ട്. സൂറത്തു മറിയം പരിശോധിച്ചാൽ 4 ആയത്തുകൾ, തുടർച്ചയായ 4 ആയത്തുകൾ, 42 മുതൽ 46 വരെയുള്ള ആയത്തുകൾ നോക്കുകയാണെങ്കിൽ അവിടെ യാ അബത്തി എന്നുള്ള വിളി 42-ാമത്തെയും 43-ാമത്തെയും 44-ാമത്തെയും 45-ാമത്തെയും ഒക്കെ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ പോലും സലാമുൻ അലൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോരുന്നത്. അത്രയും മാന്യനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമകൾ നിറവേറ്റിയ മഹാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കടമകളൊക്കെ നിറവേറ്റി. കടമകൾ നിറവേറ്റിയ ഇബ്രാഹിമിൻ്റെയും എന്ന് അല്ലാഹു തആല പ്രയോഗിക്കുമ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ച കൽപ്പനകളെല്ലാം കൃത്യമായി പാലിച്ചു. നമ്മോട് റബ്ബ് കൽപ്പിച്ച കൽപ്പനകൾ നമ്മൾ പാലിക്കാറുണ്ടോ? ഒരു ചെറിയ വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെതിരായി നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഭർത്താവോ ഒക്കെ പറയുമ്പോ അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും റബ്ബിന്റെ വാക്കുകൾക്ക് പരിഗണന നൽകാതിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ത്യജിക്കാൻ അദ്ദേഹം തയ്യാറായി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന് പിൽക്കാലക്കാർക്കിടയിൽ സൽകീർത്തി നൽകി. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. അല്ലെ, ഇന്നും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നമ്മൾ ഓർക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിനാണ്. ഹജ്ജിന്റെ കാലമാണല്ലോ. ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ പോലും നമ്മൾ കൂടുതൽ ഓർക്കുന്നത് ആരെയാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. അതിനിടയ്ക്ക് പല പ്രവാചകന്മാരും കടന്നുപോയി. അവരെയൊക്കെ ഓർക്കുന്നതിനേക്കാൾ നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർക്കുന്നുണ്ടെങ്കിൽ പ്രഭാത പ്രദോഷ പ്രാർത്ഥനയിൽ അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വ കലിമത്തിൽ ഇഖ്ലാസ് വ ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മില്ലതി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സൽകീർത്തിയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ മേൽ സലാമുണ്ടാകട്ടെ, സലാമുൻ അലാ ഇബ്രാഹിം,
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാഫാത്തിന്റെ 109 ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇസ്രാ മിഅ്റാജ് രാവിൽ ഇബ്രാഹിം അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബിയോട് പറയുന്നുണ്ട്, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയെ, അക്രി ഉമ്മതക മിന്നി അസ്സലാം, താങ്കളുടെ ഉമ്മത്തിനോട് എൻ്റെ സലാം പറയണം. ഫഅഖ്ബിറുഹും, താങ്കൾ അവരെ അറിയിക്കണം, അന്നൽ ജന്നത ത്വയ്യിബത്തുത് തുർബ, തീർച്ചയായും സ്വർഗ്ഗത്തിലെ മണ്ണ് ഏറ്റവും നല്ല വിശുദ്ധമായ മണ്ണാണ്. അദ്ബത്തുൽ മാ, സ്വർഗ്ഗത്തിലെ വെള്ളമേറെ രുചിയുള്ളതാണ്. വഅന്നഹാ ഖിആൻ, സ്വർഗ്ഗം നീണ്ടു വിശാലമാണ്. വഅന്ന ഖിറാസഹാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സ്വർഗ്ഗത്തിലെ ചെടികൾ എന്ന് പറയുന്നത് സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും ലാ ഇലാഹ ഇല്ലല്ലയും അല്ലാഹു അക്ബറുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറയുമ്പോൾ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ട ആളായിരുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ശിർക്ക് കൊടികുത്തി വായുന്നൊരു കാലത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ നാട്ടിലെ ആളുകൾ ആ രാജാവിനെ ആരാധിച്ചിരുന്നു, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ആരാധിച്ചിരുന്നു, മറ്റു വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു. അതിൽ നിന്നൊന്നും ഒരു നിലക്കും സഹകരിക്കാതെ കൃത്യമായി തൗഹീദിന് വേണ്ടി നിലകൊണ്ട ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ലോകത്തുള്ള എല്ലാ സെമിറ്റിക് മതങ്ങളും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ആരാധിക്കുന്ന തലത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. യഹൂദികളും നസാറാക്കളും ഇബ്രാഹിം അലൈഹിസ്സലാം ഞങ്ങളുടെ ആളാണെന്ന് പറയാറുണ്ട്. അല്ലാഹു പറയുന്നു, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യം വലാ നസ്റാനിയ, ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയോ നസ്റാനിയോ അല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, മറിച്ച് അദ്ദേഹം ഋജുമാനസ്കനായ ഒരു മുസ്ലിമാകുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടയാളായിരുന്നില്ല. സൂറത്തു ആല ഇമ്രാനിന്റെ 67 ആയത്ത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്മാരെ പറ്റി പഠിക്കുകയും അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു അവരെ നമ്മുടെ അയിമ്മത്തുകളാക്കിയവരാണ്, നമ്മുടെ നേതാക്കന്മാരാക്കിയവരാണ്, നമുക്കുള്ള മാതൃകയാണവർ. അതുകൊണ്ട് അവരെ പറ്റി പഠിച്ച് അതിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ നന്ദി കാണിച്ച ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഷാക്കിറൻ ലി അൻഉമിഹി, അദ്ദേഹം തനിക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന ആളായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. ഇത്തബാഹു വഹദാഉ ഇലാ സിറാത്തി മുസ്തഖീം, അദ്ദേഹത്തെ അല്ലാഹു തെരഞ്ഞെടുക്കുകയും നേരായ പാതയിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 120, 121 ആയത്തുകളിൽ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു. എന്നിട്ട് നബിയെ വിളിച്ചു, യാ ഖൈറൽ ബരിയ, അല്ലയോ സൃഷ്ടികളിൽ ഉത്തമരായവരെ എന്ന്. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ദാക ഇബ്രാഹിം അലൈഹിസ്സലാം, അത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. യഥാർത്ഥത്തിൽ സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിനയം കൊണ്ട് പറയാണ്, അത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്.
രണ്ടുപേർക്കും ശ്രേഷ്ഠതയുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ശ്രേഷ്ഠതയുണ്ട്. ചിലർക്ക് ചിലരേക്കാൾ കൂടുതൽ മഹത്വം അല്ലാഹു നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി ഖൈറുൽ ബരിയ്യ എന്ന രൂപത്തിൽ വിശേഷിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മാത്രവുമല്ല, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുക ഇബ്രാഹിം അലൈഹിസ്സലാമിനായിരിക്കും. ലോകത്തെല്ലാവരും കാലിൽ ചെരുപ്പില്ലാതെ, ദേഹത്ത് വസ്ത്രമില്ലാതെ, ചലാകർമ്മം പോലും ചെയ്യാത്തവരായിട്ടായിരിക്കും പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അന്ന് ആദ്യമായി കൊണ്ട് വസ്ത്രം അണിയിക്കപ്പെടുക ഇബ്രാഹിം അലൈഹിസ്സലാമിനായിരിക്കും. ഇബ്രാഹിം, ഖിയാമത്ത് നാളിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനായിരിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ 3349 ഹദീസാണ്. മാത്രവുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മോടും അള്ളാഹു കൽപ്പിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് പിൻപറ്റാനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്ത് എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നു, ഖുൽ, നബിയെ പറയുക, സ്വദഖല്ലാഹ്, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു, ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ശുദ്ധമനസ്കമായ മാർഗം പിൻപറ്റുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. സൂറത്തു ആല ഇമ്രാനിൻ്റെ 95-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ, അദ്ദേഹത്തിൻ്റെ ദഅവത്ത്, പരീക്ഷണങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ, അദ്ദേഹം മക്കളെ വളർത്തിയ രീതി, ഇങ്ങനെ പല രംഗങ്ങളിലും നമുക്ക് മാതൃകയുണ്ട്. ആ മാതൃകകൾ നമ്മൾ പിൻപറ്റുക. അദ്ദേഹത്തിൻ്റെ മില്ലത്ത് നമ്മൾ അനുധാവനം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തആല നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ പല ആളുകളും രോഗികളാണ്. അല്ലാഹു തആല അവർക്ക് സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് സഹിക്കുന്നവരുണ്ട്, വൈവാഹിക രംഗത്തും കുടുംബരംഗത്തുമൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ നേരിടുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد والحمد لله رب العالمين.